ഹലോ ഫ്രണ്ട്സ്, മുകളിലേക്ക് നോക്കി നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പൊട്ടുവെള്ളരി ഒന്ന് രണ്ടെണ്ണം മൂത്ത് നിൽക്കണ്ടേ. നമുക്ക് എപ്പോഴും സാഹചര്യങ്ങൾ നമുക്കനുസരിച്ച് വരില്ലല്ലോ. നമുക്ക് ഈ പൊട്ടുവെള്ളരി മുറിച്ചെടുക്കാം. എന്തിനാണ് വെറുതെ പൊട്ടുവെള്ളരി നമുക്ക് നശിപ്പിച്ചാണേ? മുറിക്കാം. മുറിക്കട്ടെ. മുള്ളുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ പൊട്ടുവെള്ളരി മുറിച്ചെടുക്കണ്ടേ. അതുപോലെ തന്നെ ഇവിടെ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇതിലൊന്നും വെള്ളം വീണ അത്രക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് മൂത്ത് വെള്ളം വീണേന് ചിലപ്പോ ഇനി ഇതൊക്കെ പൊട്ടി പോകുന്ന മേടിച്ചിട്ടാണ് നമ്മൾ ഇത് ഇപ്പോഴേ മുറിച്ചത്. കറി അവിടെ ഒക്കെ ഉണ്ട് ഇതുപോലെ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടേ. ഇവിടെ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ 3-5 പൊട്ടുവെള്ളരി. നമ്മക്കുള്ളതൊക്കെ തന്നെ ഉള്ളു. പിന്നെ മഴ പെയ്ത് ഈ ഒരു കോലായത്. നമ്മുടെ ഇപ്പൊ പച്ചക്കറികളൊക്കെ അത്യാവശ്യം കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടാ. ഉള്ളില് 3-4-5 പീച്ചിങ്ങയും അതുപോലെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ നമ്മളിപ്പോ പൊട്ടിക്കാൻ പോവാണേ. പന്തല് തന്നിട്ട് കുനിഞ്ഞു പോണ്ട അവസ്ഥ. ഇതിൽ നിന്നാണ് കട്ടുറുമ്പ് വന്നത്. അതെ, മറ്റേ ഇതേ കണ്ട നല്ല കട്ടുറുമ്പ് താഴേക്ക് കൈമ നല്ല കുത്തും കിട്ടി. ഇപ്പൊ നമ്മ കുറ്റക്കാരി. ഹായ്. 3-4 നല്ല സുഖം. നമ്മുടെ പടവലങ്ങൊക്കെ അത്യാവശ്യം ഇങ്ങനെ വലുതായി വന്നോണ്ടിരിക്കട്ടാ. പടവലങ്ങ വെണ്ടയ്ക്കയും പീച്ചിങ്ങയും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ വെണ്ടയ്ക്കുണ്ടേ. ഇത് മൂത്തല്ലേ? വെള്ളിപ്പയർ പൊട്ടിച്ച മൂത്തല്ലേ? പൊട്ടിച്ചോ. നല്ല പച്ചിലപ്പാമ്പ് കയറി കഴിഞ്ഞ അറിയില്ലല്ലോ. ഇവിടെ അല്ല പള്ളി. ഒരുപാട് കൂട്ടുണ്ട്. ഈ പയറിന്റെ ഇടയിൽ പീച്ചിങ് ഉണ്ടായിരുന്നു. അത് ഇവിടെ അല്ലേ? പയറിന്റെ ഇടയിൽ പീച്ചിങ്. കല്ലൊക്കെ ഒടുങ്ങി. തൽക്കാലം നമുക്ക് ഇതിവിടെ വെക്കാം. നല്ല സുഖം തുറുമ്പുത്തിട്ട്. ഏതാ ഇങ്ങനെ ഒട്ടിക്കണം? നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ ഈ സൈഡ്. ഇനി അപ്പുറത്തേക്കും ഉണ്ട് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക. പിന്നെ പൊട്ടുവെള്ളരി നമുക്ക് അത്ര കഴിക്കാനുള്ള അത്ര ഉള്ളൂ. പിന്നെ വെണ്ടയ്ക്കയും പീച്ചിങ്ങയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. വെണ്ടക്ക ചീരയും പറിച്ചതിൻ്റെ കൂടെ
തക്കാളിയിൽ ഇപ്പൊ പൂവിട്ടിട്ടുള്ളൂ, നമുക്കിനി കായ വേണം. തക്കാളി തൈ ഒരു 5-6 10 ഉണ്ടാവും തക്കാളി തൈ. അതുപോലെ നമ്മുടെ പറമ്പിലിവിടെ ചക്കായി തുടങ്ങിയിട്ടുണ്ട് ട്ടാ. ചെറിയ ചെറിയ പ്ലാവാണ്, മുകളിലുണ്ട് ഇതുപോലെ. ആദ്യത്തെ പൊട്ടിച്ച് കഴിഞ്ഞു, നമ്മളിപ്പോ രണ്ടാമത് വീണ്ടും അയക്കെന്താണേ. അമ്മ 21 പോയി, താഴെ പോയി. ചില പൊട്ടുകളിലൊക്കെ തണ്ണിമത്തം പോലെ ഉണ്ടായിക്കണേ, ഡാർക്ക് വെച്ച് ലൈറ്റ് വെച്ചിട്ട് ഉണ്ടിട്ടുണ്ടാക്കിയ ഇല്ലേ, അതിനെ കാണാൻ കറക്റ്റ് തണ്ണിമത്തം പോലെ തന്നെ ഇല്ലേ. ഇന്നലെ പൊന്നൂന് പഠനോത്സവത്തിന് 2 ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പൊട്ടുകളി. അപ്പൊ ടീച്ചർ പറയാ അത് കുക്കുംബറാണ്. കുക്കുംബറ ചെറുതായതുണ്ടാക്കി. അവര് പഠനോത്സവത്തിന് വെച്ച് സ്കൂളില് അത് ചെലപ്പോ സ്കൂളില് ചെലപ്പോ ലേലം ചെയ്യായിരിക്കും തോന്നുന്നു. ലേലം ചെയ്യാ പല പിള്ളേരും കൊണ്ടിരില്ലേ പല സാധനങ്ങളും. നമ്മൾ ഇന്നത്തെ വിളവെടുപ്പാട്ടത് 2 ദിവസം മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ വെണ്ടയ്ക്കയും പീച്ചിങ്ങയും ഒക്കെ എടുത്തുണ്ടായേ. അപ്പൊ ഇത് ഇന്നത്തെ വിളവെടുപ്പ്. പിന്നെ ഷേപ്പില്ലാത്ത 2 പീച്ചിങ്ങയും ഈ പയറൊക്കെ നമ്മൾ തന്നെ വാട്ടി തിന്നുവേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രഷ് പച്ചക്കറി ആയതുകൊണ്ട് കുറെ പേര് ചോദിച്ചു വെച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നമ്മളിങ്ങനെ ആളനുസരിച്ച് കൊടുക്കുകയും ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെയൊക്കെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.